പൈപ്പില് വെള്ളമില്ല. 1 minute. അല്ലടാ, ഞാൻ അന്ന് റെയിലിന്റെ അടുത്തായിരുന്നു താമസിച്ചോണ്ടിരുന്നത്. ഒരു ദിവസം മംഗലാപുരം ട്രെയിൻ ഇറങ്ങി വീട്ടിലേക്ക് ഇങ്ങനെ നടക്കുകയായിരുന്നു. രാത്രി ഒരു 12-12 മണിയായി കാണും. ആ ചുറ്റുവട്ടത്ത് ഒരു മനുഷ്യജീവി പോയിട്ട് ഒരു ചൊക്കിളി പട്ടി പോലും ഇല്ല. അപ്പൊ ചേട്ടനോ? വേണ്ട, ഇത് കേക്കടാ. പെട്ടെന്ന് പുറകുന്ന് എന്നൊരു വിളി. അത് 2 വിളിയല്ലേ? ഇത് കേക്കടാ. ഞാൻ ആദ്യം ഒന്നും ഞെട്ടി. തിരിഞ്ഞു നോക്കിയപ്പം ജീൻസ് ഇട്ട് സുന്ദരിയായ ഒരു പെൺകുട്ടി. കർത്താവാണ് സത്യം. ശൃംഗാരഭാവത്തോടെ അവൾ എന്നെ അടുത്തേക്ക് വിളിച്ചു. ആദ്യം ഞാനൊന്നും മടിച്ചു. പിന്നെ ധൈര്യം സംഭരിച്ച് ഞാൻ അവളുടെ അടുത്തേക്ക് അങ്ങോട്ട് ചെന്നു. പിന്നെ എനിക്ക് ഒന്നും ഓർമ്മയില്ല. നേരം വെളുത്തപ്പോൾ റെയിൽ പാളത്തിനടുത്ത് ഞാൻ കിടക്കുന്നു. എന്റെ ചാരിത്രം അവൾ അപഹരിച്ചു. പിന്നീടാണ് ഞാൻ അറിയുന്നത് 1 മാസം മുമ്പ് ആത്മഹത്യ ചെയ്ത കോളേജ് വിദ്യാർത്ഥിനിയാണ് അവളെന്ന്. അയ്യോ, ഈ വിരലിന്റെ ഡോസ് ഒന്ന് കൊറ. പിന്നെ പ്രേതം ജീൻസ് ഇട്ടിട്ടല്ലേ? അതും ചേട്ടന്റെ ചരിത്രമൊക്കെ വളർന്നെടുക്കാൻ. ചരിത്രല്ലടാ, ചാരിത്രം. രണ്ടും ഒന്ന് തന്നെ ഏട്ടാ. ചരിത്രം പോകുമ്പോ ചരിത്രവും. നീ ഒന്ന് ക്ഷമിക്കടാ, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞതല്ലേ. എന്നാലും ഇത് വല്ലാത്തൊരാഗ്രഹമാണ്, അതും പ്രേതമായിട്ട്. അതാരേട്ടാ? പടിഞ്ഞാറേതോ വീട്ടിലുള്ള. ഞാനിങ്ങനെ വല്ലപ്പോഴൊക്കെ കാണും. അയാളുടെ മട്ടും നോട്ടും ഒന്നും അത്ര പന്തിയല്ല. അതിന് നീ ഇതെവിടെ പോണു?
ഇതെന്റെ ആന്റി. പൂജ ഇത് കണ്ടോ, ഇതെന്റെ ആന്റി. ഇത് ആന്റിയുടെ മോള്. എന്താണ് നിന്റെ ചുണ്ട് ചോര? ഇവനിതെന്തു പറ്റി? ഞാൻ നിങ്ങൾ യുവമിഥുനങ്ങളോട് ഒരു ചോദ്യം ചോദിക്കാം. അബൌട്ട് മാരേജ്. മാരേജ് ഈസ് മേഡ് അപ്പ് ഓഫ് 3 rings. Which are they? Engagement ring? Yeah, good. Then wedding ring? Right. But the third one is the most important. അറിയില്ല? It's suffering. വിവാഹം എല്ലാ അർത്ഥത്തിലും ഒരു സഫറിംഗ് ആണ്. സോ ദാറ്റ് ഈസ് സഫറിംഗ്. ആദ്യത്തെ കുറച്ചു നാൾ കഴിഞ്ഞ അതുകൊണ്ട് എന്നെ ഈ പണിക്കൊന്നും കിട്ടില്ല. എനിക്കിങ്ങനെ പറന്ന് പറന്ന് നടക്കണം, ലൈക്ക് എ ഫ്രീ ബേർഡ്. എക്സ്ക്യൂസ് മീ. ഹായ് ഫ്രീ ബേർഡ്, നമുക്ക് ഒന്നിച്ച് പറക്കാം. ഇപ്പൊ വരാമേ, ഒന്ന് കൈ കഴുകിക്കോട്ടെ. മെർലിൻ, അതിലേ വാ. എന്താ ഇവന്മാര് പ്രശ്നം ഉണ്ടാക്കും, അതിലേ വാ. അങ്ങനെ ഒറ്റയ്ക്ക് പറന്നു പോയാലോ? കുയിൽ കാക്കകളുടെ കൂടെ പറക്കാറില്ല. എങ്കിലും കുയിലിന് ഞങ്ങൾ കാക്കകളുടെ കൂട്ടി വന്ന് മുട്ടയിടാലോ. ഹലോ ബ്രദർ, നമ്മളൊക്കെ സ്റ്റുഡൻസ് അല്ലേ, വെറുതെ പ്രശ്നം ഉണ്ടാക്ക. ഓഹോ, കൊള്ളാം. ആൺകുട്ടികളായ എങ്ങനെ വേണം? പാവങ്ങളാ, ഇവരെ അങ്ങ് വെറുതെ വിട്ടേക്ക് മക്കളെ. എന്തോ ദേ, കുറുമ്പ് കാണിച്ചാൽ നല്ല അടി കിട്ടും. അതുകൊണ്ട് നല്ല കുട്ടികളായ മക്കളെ പോ. Who the hell are you? യുവർ ഫാദേഴ്സ് ഫാദർ. മനസ്സിലായില്ല? നിന്റെയൊക്കെ അപ്പന്റെ അപ്പൻ. അടിയടാ ഇവനെ. എക്സ്ക്യൂസ് മീ സർ. താങ്ക് യു.